once again, good morning to all. In the last lectures, last couple of weeks of lectures, we were discussing about stress, and we have detailed review of stress. We have explained each and every main things about stress. സ്ട്രെസ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആദ്യത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ പറഞ്ഞ ഡാറ്റാസ് വെച്ചിട്ട് സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ലെങ്ത് by original length. ഇതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ is denoted by epsilon and is given by change in length by original length. Okay, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ we are applying a force, say F എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. Okay, F എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, and the length is L. The total length of this bar is L. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ this keeps on extending, അല്ലേ? ഇത് എക്സ്റ്റെൻഡ് ആവും. Say ഇതാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഈ ബാർ വലുതായി എത്ര? dl എന്നുള്ള ലെങ്ത് ഇത് വലുതായി. അങ്ങനെയാണെങ്കിൽ dl by L ആണ് എന്ത്? നമ്മുടെ എപ്സിലോൺ. എപ്സിലോൺ is equal to dl by L. ഇത് നമ്മൾ ബേസിക് ലെക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, now സ്ട്രെസ് പോലെ തന്നെ സ്ട്രെയിനും പല ടൈപ്സ് ഉണ്ട്. ആക്സിയൽ സ്ട്രെയിൻ അല്ലെങ്കിൽ നോർമൽ സ്ട്രെയിൻ, axial or normal strain. അതുകൂടാതെ shear strain. Okay, so axial അല്ലെങ്കിൽ normal strain എന്ന് പറഞ്ഞാൽ എന്താണ്? axial stress അല്ലെങ്കിൽ normal stress എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലേ? ആക്സിയൽ സ്ട്രെസ്. ഈ ആക്സിയൽ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമ്മൾ ആക്സിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതെന്ത് രണ്ട് തരത്തിലുണ്ടാവാം. എന്തൊക്കെയാണ്? ഒന്ന് ആക്സിയൽ സ്ട്രെസ്, അതായത് നോർമൽ ഫോഴ്സ്, ആക്സിയൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമുക്ക് ആക്സിയൽ ഓർ നോർമൽ സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ടാവാം. either it is tensile, വലിവായിരിക്കാം, അല്ലെങ്കിൽ കംപ്രഷൻ, അല്ലേ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ dl by L എന്നുള്ളത് this is fine. Okay, now what happens what do you mean by shear strain? shear strain എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണെന്ന് പറയും. അപ്പൊ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലോ ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. സോ ഇതാണ് ഒരു ഒബ്ജക്ട്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിന് ഞാൻ ഷിയർ ഫോഴ്സ് കൊടുക്കുന്നത്. ഷിയർ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ഉപയോഗിക്കുക. ഷിയർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കും, അതായത് ഈ ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു ഷിയർ കൊടുക്കും. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് Fs. This is Fs. ഇത് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് A. ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ഇതിന് ഈ ഒരു ഏരിയക്ക് പാരലൽ ആയിട്ട് ഷിയർ കൊടുക്കും, ഇവിടെ പാരലൽ ആയിട്ട് ഷിയർ കൊടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന് ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇത് ഡിസ്പ്ലേസ് ചെയ്യും. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വരും. അതായത് ഈ ഒരു പോയിന്റ് A B C D എന്നുള്ള
ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഈ ഫോഴ്സ് കാരണം ജസ്റ്റ് മുകളിലത്തെ മാത്രം അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഈ ഒരു മെമ്പറൈൻ എന്ത് സംഭവിച്ചു? ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യും അല്ലെ? ഞാൻ ഇവിടെ ഈ പ്ലെയിനിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ, ഷിയർ ഫോഴ്സ് കൊടുത്താൽ ഇതിനൊരു ഒരു ഇൻക്ലിനേഷൻ വരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ വരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ എന്തോ ഡി എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ മൊത്തം ഒബ്ജക്റ്റിനെ ഇത് ഇൻക്ലൈൻഡ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അതായത് റെക്ടാങ്കുലർ ആയിട്ട് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ മാറി. ഓക്കെ, ക്ലിയർ ആണോ? സോ അതിന്റെ അർത്ഥം there is a change in length. Strain the equation, change in length by original length ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായിരുന്നു. അതാണ് ബേസിക്കലി സ്ട്രെയിൻ ഇക്വേഷൻ. ഇപ്പൊ ഷിയർ സ്ട്രെയിൻ ആവുമ്പോൾ ഇവിടെ എന്തിന്റെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് എങ്ങനെ മാറുന്നത്? ഒരു തീറ്റ ഡിഗ്രി, തീറ്റ അല്ലെങ്കിൽ 5 ഡിഗ്രി. ഓക്കെ, ഈ 5 ഡിഗ്രി എന്നുള്ള ചേഞ്ച് ആണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനെ ഡി ഡാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് tan phi എന്ന് പറഞ്ഞാൽ tan phi is equal to tan opposite side by adjacent side. അപ്പോ d dash by d ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. Actually shear strain is given by phi, tan phi. Okay, phi എന്നുള്ള ആംഗിൾ ആണ് അതിന്റെ ചേഞ്ച്. phi എന്ന ആംഗിൾ ആണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? shear strain is denoted by gamma. Okay, equal to tan phi എന്നുള്ളത്. Okay, shear strain is denoted by gamma and normal strain is denoted by epsilon. Okay, so ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ഈവൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി is mainly characterized due to the displacement caused by that object. അല്ലെ? ഈ കേസിലാണെങ്കിലും ഇതിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. മുമ്പത്തെ പൊസിഷനിൽ നിന്ന് അത് ഡിസ്പ്ലേസ്ഡ് ആയി സം എമൗണ്ട് dl എന്നുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ, ഇനി നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ how will you define, how will you correlate the relation between strain and displacement? That is what I am going to tell. So strain, so നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷന്റെ എങ്ങനെയാണ് ഇത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എന്നതാണ് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു എലമെന്റ് AB എന്നുള്ള എലമെന്റ്. ഓക്കെ, ഇതിലാണ് നമ്മൾ സ്ട്രെയിൻ സ്ട്രെസ് ആക്ട് ചെയ്തിട്ട് അതിന്റെ അത് കാരണം ഉണ്ടാവുന്ന സ്ട്രെയിൻ ഉണ്ടാവുന്ന എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഇനിഷ്യലി എക്സ് ഡയറക്ഷനിൽ മാത്രം ഉണ്ടാവുന്ന സ്ട്രെയിൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു ആക്സിസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഇത് എക്സ്, ഇത് വൈ. അപ്പൊ ഇതിന്റെ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ മാത്രം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. സോ AB എന്നുള്ള ഇതിനെ ഞാൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെക്കുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ് x ആണെന്ന് കരുതുക. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dx. ഓക്കെ, ഈ പോയിന്റ് x and this is x plus dx delta x plus delta x എന്നുള്ള പോയിന്റ്. അതായത് A എന്നുള്ള പോയിന്റ് നിൽക്കുന്നത് ഈ 0 എന്ന പോയിന്റിൽ നിന്ന് x ഡിസ്റ്റൻസ് ലാണ്. ഓക്കെ, ഇത് x ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, ഇനി AB യുടെ ലെങ്ത് ചെറിയ
അപ്പൊ ഈ ബിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സില് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്ട് അണ്ടർഗോൺ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ പൊസിഷൻ മാറുന്നു. എക്സിൽ ഇതിന്റെ പൊസിഷൻ മാറുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിൽ ഇവിടുത്തെ ഇതുവരെ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇതുവരെ എക്സ് തന്നെയാണ് അല്ലെ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, എക്സിൽ ഇതിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഇവിടെ നിന്ന് എയിൽ നിന്ന് ഇത് എ ഡാഷിലേക്ക് മൂവ് ചെയ്തു, ഇതോ ബിയിൽ നിന്ന് ബി ഡാഷിലേക്ക് മൂവ് ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ എയിൽ നിന്ന് എ ഡാഷിലേക്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ഞാൻ യു എന്ന് കൊടുക്കും. ഓക്കെ, യു എക്സിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് യു എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായി? ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് യു എന്ന കോർഡിനേറ്റ്. ഈ ലെങ്ത് ചെറിയ മാറ്റം ചിലപ്പോൾ ഉണ്ടാവാം. ഇനി ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് യു പ്ലസ് ഡെൽറ്റ എക്സ്. കഴിഞ്ഞില്ല, എക്സ് പ്ലസ് യു പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഇവിടെ കോർഡിനേറ്റ്സ് അല്ലേ മാറുന്നത്. ഈ സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ there can be a small change in u with respect to x in x direction. അപ്പൊ ഈ u എന്ന് പറഞ്ഞതിന്റെ എഫക്റ്റ് ഇതിന്റെ ഡെൽറ്റ എക്സിൽ മൊത്തം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡോ യു ബൈ ഡോ എക്സ്, അതായത് ചേഞ്ച് ഇൻ യു. ഈ ചേഞ്ച് എക്സിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിനുണ്ടാവുന്ന ചേഞ്ച് എത്ര ഡിസ്റ്റൻസില്? ഇൻടു ഡെൽറ്റ എക്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അവസാനത്തെ പൊസിഷൻ. ക്ലിയർ ആണല്ലോ? എക്സ് പ്ലസ് യുവിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കോർഡിനേറ്റിലാണ് വരുന്നത്. അത് ഈ ടേം ആണ് ശ്രദ്ധിക്കേണ്ടത്. ചേഞ്ച് ഇൻ യു, ഇവിടെ ഈ പൊസിഷനിൽ യു ആണ് ചേഞ്ച് സംഭവിച്ചത്. പക്ഷെ ഇത് പോകുന്നതോറും എക്സിൽ പോകുന്നതോറും വീണ്ടും യുവിന് ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, ആ യു എന്നുള്ള ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എക്സിനെ ഡിപെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ഉണ്ടാവാം. എത്ര ഡിസ്റ്റൻസിന് പക്ഷെ അതുണ്ടാവുള്ളൂ? ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ്. അതാണ് ഡോ യു ബൈ ഡോ എക്സ് ഇൻടു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Now strain എന്ന് പറയുന്നത് strain is nothing but change in length by original length. Okay, now ഇവിടെ strain സാധാരണ strain ആണ്, ഇത് x ഡയറക്ഷൻ മാത്രമാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എപ്സിലോൺ എക്സ് 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 ഡയറക്ഷനിൽ എക്സ് പ്ലെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ എന്തായിരിക്കും എന്ന് നോക്കാം. ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്ര? ചേഞ്ച് ഇൻ ലെങ്ത് എക്സ് പ്ലസ് ഡി എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൽ നിന്ന് ഇത്രയും ചേഞ്ച് ആയി അല്ലെ. അപ്പൊ ഇതിനെ രണ്ടിനെയും മൈനസ് ചെയ്താൽ ക്യാൻസൽ കിട്ടില്ലേ? സിമ്പിൾ. അപ്പൊ എ ഡാഷ് ബി ഡാഷ് ഉണ്ടാകുന്ന ചേഞ്ച്, അത് എ ബിയുടെ ലെങ്ത് ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഇതിന്റെ ലെങ്ത് എത്ര വരിക? എക്സ് പ്ലസ് യുവിൽ നിന്ന് ഇത് എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി അല്ലെ. അപ്പൊ ഇതിന്റെ ചേഞ്ച് എത്ര? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് കൊടുത്താൽ ഡെൽറ്റ എക്സ്. അതാണ്. അതേപോലെ തന്നെ എക്സ് പ്ലസ് യുവിൽ നിന്ന് ഇത് ഇത്രയായി. അപ്പൊ ഇതിന്റെ ചേഞ്ച് എത്രയാണ്? ഈ പോയിന്റ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ എക്സ് ഇൻടു ഡെൽറ്റ എക്സ് ഡിവൈഡ്. ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ഇത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചേഞ്ച് ഇൻ ലെങ്ത്. ഇതിന്റെ ലെങ്ത് ആയിരുന്നു മൈനസ് ഡെൽറ്റ എക്സ്.
അതായത് ഈ ലെങ്ത് ഡെൽറ്റ എക്സിൽ നിന്ന് ഇത് ഇത്രയും ലെങ്ത് ആയി. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് ഇതിന്റെ ലെങ്ത് അറിയാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് യുവിൽ നിന്ന് ഇത് ഇത്രയായി. അപ്പൊ ഈ എക്സ് പ്ലസ് യു മൈനസ് ഇതാണല്ലേ ഇത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതി ഇതിൽ നിന്ന് എത്ര കുറയണം? ഈ ഡെൽറ്റ എക്സ് കുറയണം. അതാണ് ചേഞ്ച് ഇൻ ലെങ്ത് വരിക ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എത്രയാണ്? ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ എക്സ് ആണ് ഒറിജിനൽ ലെങ്ത്. സോ അങ്ങനെയാകുമ്പോൾ എപ്സിലോൺ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് അല്ല, ഇവിടെ ഒരു ഡെൽറ്റ എക്സ്. അപ്പൊ എന്താണ്? എപ്സിലോൺ എക്സ് ഇസ് ഡോ യു ബൈ ഡോ എക്സ്. സോ ഇതാണ് നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് എക്സ് പ്ലെയിൻ. ഓക്കെ, ഇതാണ് എപ്സിലോൺ എക്സ് എക്സ്. ഇനി ഇതേപോലെ നമ്മൾ y ഡയറക്ഷനിലാണ് കാണുന്നത് വിചാരിക്കാം. that will be epsilon y is equal to ഇവിടെ u എന്നുള്ള ടേമിന് പകരം ഞാൻ y ഡയറക്ഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ v ആണ് നോക്കുന്നത്. z ഡയറക്ഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് z ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാതെ നമുക്ക് ഊഹിച്ചെടുക്കാം. ഡോ v ബൈ ഡോ y ആണ് എപ്സിലോൺ y ബൈ എപ്സിലോൺ z എന്ന് പറയുന്നത് ഡോ w ബൈ z അല്ല u v w ആണ്. z ഡയറക്ഷനിൽ u v w എടുക്കാം. ഓക്കെ, ഡോ w ബൈ ഡോ z. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നോർമൽ സ്ട്രെയിൻസ് ഇൻ x direction, y direction, z direction, where u v w are displacement in x, y and z directions respectively. ഇനി ഇതേപോലെ ഷിയർ സ്ട്രെയിൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൂടി നോക്കാം. ഓക്കെ, സോ നമ്മള് നോർമൽ സ്ട്രെയിൻസ് കണ്ടുപിടിച്ചു. ഇനി നമ്മള് ഷിയർ സ്ട്രെയിൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഷിയർ സ്ട്രെയിൻസ് ഇൻ എക്സ് വൈ അതിന്റെ എല്ലാം ഡയറക്ഷൻസ് പ്ലെയിനുകളിൽ. സോ this is my object, say a b c d. അപ്പൊ ഇതിന്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ say this is a b c d, ഇത് say b dash c dash d dash. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു. ഓക്കെ, ഒരു ഷിയർ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഇതിനെ ഇങ്ങനെ ഒരു ഷിയറിംഗ് മെത്തേഡില് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിനുണ്ടാവുന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ഡീഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത്. എ ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ്. ഓക്കെ, അപ്പൊ എ ബി സി ഡി എന്നുള്ള റെക്ടാങ്കിൾ ഈ ഒരു മെത്തേഡിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പൊ അതിനെ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഷിയർ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് അതിന്റെ ആംഗിൾ ആണ് മാറുന്നത്. ഓക്കെ, അപ്പൊ ആംഗിൾ അല്ല ഇവിടെ മാറുന്നത്. പക്ഷെ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഒന്ന് എ എന്നുള്ള പോയിന്റിൽ രണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട് അല്ല, ബീറ്റ ആംഗിൾ. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട്, ആൽഫ ആംഗിൾ. സോ നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളതാണ്. ഗാമ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ. ഇത് ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പൊ ഗാമ എക്സ് വൈ എന്നുള്ളത് എക്സ് വൈ ഉണ്ടാവുന്ന ചേഞ്ച്, എക്സിന് വൈ ഉണ്ടാവുന്ന ചേഞ്ച് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇത് ഇങ്ങോട്ട് ചുരുങ്ങി, ഈ ഭാഗത്ത് ഇത് ഇങ്ങോട്ട് ചുരുങ്ങി. ഇത് രണ്ട് ചുരുങ്ങിയതിന്റെ അളവാണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽഫ ബീറ്റയുടെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ. സോ ഇതിന്റെ എക്സിന്റെ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്, y യുടെ ഡിസ്റ്റൻസ് ഡെൽറ്റ y എടുക്കുന്നു. സോ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ബി എന്നുള്ള പോയിന്റ് ബി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസ്. അപ്പോ ഈ ബിയിൽ നിന്ന് ബി ഡാഷിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വൈയിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് വൈയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ നമ്മൾ എടുത്തത്? ഇതിന് മുമ്പത്തെ കേസില് വി ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വി ഇൻ എക്സ് ഡയറക്ഷൻ, അതാണ് ഡോ വി ബൈ ഡോ എക്സ് ഇൻടു മൊത്തം ഡെൽറ്റ എക്സ്. എക്സ് ഡയറക്ഷനിൽ
വിക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈ വി ചേഞ്ച് ആണ് പറയുന്നത് അല്ലെ ഇൻടു ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഡി എന്നുള്ള പോലെ ഡി ഡാഷ് ആവുന്നത് എക്സ് ഡയറക്ഷനിലാണ് അല്ലെ. ഡോ യു ബൈ പക്ഷേ ഇത് വൈ ഡയറക്ഷനിലുള്ള പ്ലെയിൻ ആണ്. ഡോ വൈ ഇൻടു ഡിസ്റ്റൻസ് ഇസ് ഡെൽറ്റ വൈ. ഓക്കെ, ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ഡിസ്റ്റൻസിൽ ഇടും, ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിൽ ഇടും. അതുകൊണ്ടാണ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അപ്പൊ ചേഞ്ച്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്നത് ചെറിയൊരു ആംഗിളാണ്, 1 ഡിഗ്രിയുടെ താഴെയുള്ള ആംഗിളാണ്. അപ്പൊ അതിനെ എനിക്ക് വേണമെങ്കിൽ ടാൻ ആൽഫ എന്ന് കൊണ്ട് കൊടുക്കാം. അതായത് ഇപ്പൊ ടാൻ ആൽഫ ഓൾസോ റേഞ്ചസ് ഫ്രം 0 to 1. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഈ ആൽഫയുടെ വാല്യൂ ടാൻ ആൽഫ എന്നതുകൊണ്ട് തെറ്റില്ല. സോ ടാൻ ആൽഫ ഈക്വൽ ടു opposite side by adjacent side, dou v by dou x into delta x by delta x. Dou v by dou x into delta x by delta x. Delta x and delta x cancel into we get alpha equal to d dou v by dou x. Similarly, beta is taken as tan beta, opposite side by adjacent side, dou u by dou y into delta y by delta y. You will get e delta y cancel I. You will get beta is equal to dou u by dou y. So, यहाँ पर तो shear strain में होगा alpha plus beta. Alpha plus beta is equal to dou v by dou x plus dou u by dou y. Plus ശ്രദ്ധിക്കേണ്ടത് v എന്ന് പറയുന്നത് y ൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ ഡിനോമിനേറ്റർ ഇവിടെ x തന്നെയാണ്, dou x ആണ്. മറ്റേതോ dou u by dou y. ഓക്കെ, സോ സമ്മിങ് അപ്പ്, നമ്മള് ഈ ലെക്ചറിൽ പറഞ്ഞത് നോർമൽ സ്ട്രെസ്സസിന്റെയും നോർമൽ സ്ട്രെയിന്റെയും ഷിയർ സ്ട്രെയിന്റെയും ഡിസ്പ്ലേസ്മെന്റുമായിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഔട്ട്പുട്ട്സ് നിന്ന് കിട്ടി. എന്തൊക്കെയാണ്? ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ സെഡ് എക്സ്. ഇതൊക്കെ എങ്ങനെ കിട്ടിയത്? ഗാമ എക്സ് വൈ നമുക്ക് ഇവിടുന്ന് കിട്ടി അല്ലെ. അതായത് ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ. വി വൈയുടെ എലമെന്റ് എക്സുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എക്സിന്റെ എലമെന്റ് അത് എക്സ് വൈ ആവും. ഈ വൈ സെഡ് ആവുമ്പോ വൈയുടെ കമ്പോണന്റ് സെഡിന്റെ കമ്പോണന്റ് വൈയുമായിട്ട് ചെയ്തു. സെഡിന്റെ കമ്പോണന്റ് എന്താ? ഡബ്ല്യു അല്ല, അത് വൈയുമായിട്ട് അത് സെഡുമായിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ 3 വാല്യൂസ് കിട്ടി. ഇതിന് മുമ്പ് കിട്ടിയ 3 വാല്യൂസ് ആണ് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ സെഡ് സെഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫോം എ സ്ട്രെയിൻ മെട്രിക്സ്. ദാറ്റ് we will discuss in the next class. Okay, ഇത്രയും മനസ്സിലായി കഴിഞ്ഞു. The main thing apart from these derivations and all, ഈ മെട്രിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സിന്റെ വാല്യൂസ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇതിന്റെ പ്രോബ്ലംസിലേക്ക് മറ്റും കടക്കാൻ പറ്റൂ. അതായത് these derivations are not so important, but നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ?